കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. കമൻറ്റുകളൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു മാമ്പഴപ്പായസമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നാട്ടുമാമ്പഴം കൊണ്ടുള്ളതാണ്. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചന്ദ്രക്കാരൻ മാമ്പഴം കൊണ്ടുള്ള മാമ്പഴപ്പായസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ചന്ദ്രക്കാരൻ മാമ്പഴം കിട്ടിയപ്പോൾ ഞങ്ങളൊരു മാമ്പഴപ്പായസം ഉണ്ടാക്കാമെന്ന് കരുതി അത് ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്കും പലരും ഇത് ഉള്ളവരായിരിക്കും. നമുക്ക് പായസം കേവലം ഒരു അരമണിക്കൂറും കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ നോക്കിക്കളയാം. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. നമ്മളിന്ന് ചന്ദ്രക്കാരൻ മാമ്പഴം കൊണ്ട് ഒരു മാമ്പഴപ്പായസം ഉണ്ടാക്കാൻ പോകും. സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിലെ നാട്ടുമാങ്ങ കൊണ്ടാണ് മാമ്പഴപ്പായസം ഉണ്ടാക്കാറ്. അങ്ങനെ നാട്ടുമാങ്ങ കൊണ്ട് മാമ്പഴപ്പായസം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടുമാങ്ങ കൊണ്ട് ഓർക്കണില്ല. അപ്പം നമുക്ക് ഇത്തവണ നാട്ടുമാങ്ങ ഉണ്ടായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മാങ്ങയ്ക്ക് ഒരു ഉറവിടം കിട്ടി. ഇവിടെ നിന്നാന്ന് വെച്ചാൽ അപ്പയുടെ റിലേറ്റീവ് പുതുമനയിലെ പറീസ് പാപ്പന്റെ മകൻ മാത്തുക്കുട്ടിച്ചായനാണ് ഇവിടെ ഇത് കൊണ്ടുവന്ന് തന്നത്. മോക്ക് മാമ്പഴപ്പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ വളരെ ടേസ്റ്റിയാണ്. ഒന്ന് സ്മെല് ചെയ്ത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും ചന്ദ്രക്കാരനെ പറ്റി അറിയാൻ പറ്റും. ഭയങ്കര സ്മെല്ലുവാ. ക്യാമറയിൽ മണം കിട്ടുമല്ലെന്ന് മാത്രം. അപ്പൊ നമ്മൾ ഉണ്ടാക്കണ മെത്തേഡ് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. ആദ്യമേ ക്യാമറ ഫോക്കസ്. കയ്യിൽ പിടിക്കുമ്പോ തന്നെ സ്മെല്ലല്ലേ. കുഞ്ഞു മാങ്ങിയ പക്ഷെ അതിന്റെ മണോ അല്ലേ. ഇത് ഏത് രീതിക്ക് മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസം, പിന്നെ ഉപ്പുമാങ്ങ ഇടാനൊക്കെ വളരെ നല്ലതായത്. കുഞ്ഞു മാങ്ങയായതുകൊണ്ട് അധികം കഴിക്കാനുമില്ല. കാമ്പ് കുറവാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാ. ഇനി നമ്മുടെ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ. ആദ്യം ഇതിന്റെ മൂക്ക് ഇങ്ങനെ, എന്റെ രീതി കേട്ടോ, ഇങ്ങനെ അങ്ങ് ചെത്തും. കാണാമോ? കാണാം. എന്നിട്ട് ഞാൻ എങ്ങനെയാന്നറിയാമോ? കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കും. പൊളിഞ്ഞു പോരുന്നേ തൊലി കാണുന്നുണ്ടല്ലോ. തൊലി ചെത്തുമല്ല കേട്ടോ. നമ്മള് ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കും. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇത് വെക്കുക. ഓരോന്നും അങ്ങനെ നമ്മൾ പൊളിക്കണം. ഇത്ര ഉള്ളൂ തൊലി എത്താനായിട്ട്. തൊലി പൊളിക്കാൻ വളരെ എളുപ്പ. തൊലി പൊളിച്ചേച്ച് ഞാൻ കൈ കൊണ്ടൊന്ന് ഞരടും. ഇതിന്റെ കാമ്പ് വളരെ കുറവല്ലേ. അപ്പൊ ഞരടിയേച്ചാണ് നമ്മളിത് വേവിക്കണം. അത് നമുക്ക് കാണിക്കാം. നമ്മൾ മറ്റതിലും കാണിച്ചിട്ടുണ്ട്. ഈ സാധാരണ നാട്ടുമാങ്ങയ്ക്ക് കാമ്പ് കൂടുതലുള്ളതിന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ നാട്ടുമാമ്പഴം കൊണ്ടുള്ള പായസത്തിൽ നമ്മൾ ഈ കാമ്പ് മിക്സിയിലൊന്ന് വേവിച്ചിട്ട് അടിക്കാറുണ്ട്. ഇതിനടിക്കാനുള്ള കാമ്പില്ല. ഇത് ചുമ്മാ ഞരടിയെ ചുമക്ക് വേവിച്ച് ബാക്കി മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. പഴുപ്പ് ഇച്ചിരി കൂടിയതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഡാർക്ക് കളർ. അത് നമുക്ക് ബാലൻസ് എടുത്ത് കളയാം. നല്ല ഭാഗം എടുത്താൽ മതി. അത് പഴുത്ത് വല്ലാതെയായി. ഒരാഴ്ച മുമ്പ് കിട്ടിയതാ ഞാനും. പക്ഷെ ഭയങ്കര അപാര സ്മെല്ലും അപാര ടേസ്റ്റുമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് പിഴിഞ്ഞെടുത്താലോ? എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിക്കാം. കൈ കൊണ്ട് തന്നെ ഞാനിടണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ. ഇതെന്നാന്ന് വെച്ചാൽ അമ്മ പറഞ്ഞില്ലേ 100 കുറവാന്ന്. മിക്സിയിലൊന്നും അടിച്ചെടുക്കാനില്ല. പിഴിഞ്ഞ് ഇതായിട്ട് നമുക്ക് എന്നിട്ട് അണ്ടി ഇതിലിടണം കേട്ടോ. അണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ അണ്ടി എടുത്ത് അതിൽ സിറപ്പ് നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. ഇങ്ങനെ സിറപ്പിലേക്ക് മുക്കി കഴിക്കാൻ പറ്റും. മൊത്തം അണ്ടി ഇടണമെന്നില്ല. കുറച്ച് എന്തായാലും കിടക്കണം. എന്തൊരു സ്മെല്ലാന്ന് നോക്കിക്കേ. സ്മെല്ലും ആ കളറും ഇല്ലേ, ഒരു പ്രത്യേക കളറും സ്മെല്ലും അല്ലേ. ഒരു ഓറഞ്ചിഷ് കളർ. അതെ. നമ്മുടെ ഈ അൽഫോന്റെ ഏതാണ്ട് കളറാ അല്ലേ. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം പിഴിഞ്ഞെടുത്ത ഒരു സ്വല്പം വെള്ളം ചേർത്തേച്ച് ഇതൊന്ന് ചൂടാക്കണം. ഈ പൾപ്പ് ചൂടാക്കിയേച്ചാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കേണ്ടത്. അത് കാണിച്ചു കൊടുക്കാം. ഇതിങ്ങടെ അങ്ങ് ഇടാം അല്ലേ. പൊടിക്ക് വെള്ളം ചേർത്താൽ മതി കേട്ടോ. സിറപ്പുണ്ടല്ലോ അടി പിടിച്ചു പോകാതെ. ഒന്ന് ചൂടായാൽ മതി. സ്വല്പം കേട്ടോ പൊടിക്ക്. അമ്മ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം, പച്ചവെള്ളം, സാധാ വെള്ളം
ഇത് മതി. നമുക്ക് അടുപ്പത്ത് വെച്ചാലോ? ഇനി നമുക്കിത് സിറപ്പിൽ നമ്മൾ സ്വല്പം വെള്ളവും ചേർത്ത് ഗ്യാസ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തു. ഒന്ന് ചൂടാക്കാനായിട്ട് കേട്ടോ. ഓൺ ചെയ്തോ വേഗം ചെയ്യുക. ഒന്ന് ഇളക്കി വിട്ടേച്ച് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒന്ന് വാട്ടുക ഈ സിറപ്പ് പച്ചപ്പ് പോകാനായിട്ടുള്ള ഇത്രയുള്ള അതിൻ്റെ ഉദ്ദേശം. പിന്നെ ഇത്രേ ഉള്ളൂ ഉദ്ദേശം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് വേവെന്തായെന്ന് നോക്കാം. വെന്ത് കാണും ഇപ്പോൾ ഓൾറെഡി. സ്മെല്ല് എങ്ങനെയാ? സ്മെല്ല് നല്ല സ്മെല്ലുണ്ട്. മൂടി വെച്ചിട്ട് സ്മെല്ല് പുറത്തേക്ക് വരുവാ അല്ലേ? ഇത് മതി. ഇതിങ്ങനെ തിളച്ചുള്ള പാകം മതി. ഇത് മതി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മള് ശർക്കര ചേർത്ത് ഇത് വറ്റിക്കണം. വറ്റിക്കലല്ല, ശർക്കരയായിട്ട് അതൊന്ന് ജോയിൻ ചെയ്യണം. അപ്പൊ പിന്നെ ഇത്രയും വാട്ടിയാൽ മതി. ഇങ്ങനെ തിളച്ചു വരുമ്പോഴേക്കും നമുക്കറിയാം. ഓഫ് ചെയ്യണ്ട. നമുക്ക് ആ പാകത്തിന് തിളച്ചു വരുന്ന പാകത്തിന് ശർക്കര ഉരുക്കി ചേർക്കാം. ചീകി ഇട്ട് കഴിഞ്ഞ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും മാലിന്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാവൂല. പിന്നെ ഇത് നമുക്ക് മറയൂർ ശർക്കരയാണ് യൂസ് ചെയ്യണതെങ്കിലും ഞാനത് ചുമ്മാ ശർക്കര കട്ട് ചെയ്തിട്ട് ചതച്ചെടുത്താലും മതി. അങ്ങനെ ഇടിച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് ഉരുക്കിയേക്കണതാ. ദേ പാനിപ്പാക അല്ല, ഒന്ന് കാണിച്ചു കൊടുക്കാം. ദേ ചുമ്മാ ഡൈല്യൂട്ടാക്കി ഇനി നോക്കി. ഇത് ഇങ്ങനെ വെള്ളം പാകത്തിന് വെറുതെ ശർക്കര ഉരുക്കി എടുക്കണം, കുറുക്കണ്ട. എന്നിട്ട് അരിച്ചെടുത്തേക്കണം കേട്ടോ. അതെ, ശർക്കര ഉരുക്കിയതിന്റെ ലിങ്ക് അത് ഇഷ്ടംപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാരും ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്കിത് ചേർത്താലോ? ഇത് ഒരു ഉണ്ട ശർക്കര ഞാൻ മുഴുത്ത ഉണ്ട എടുത്തിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനും വേണ്ടി വരൂല, മാങ്ങയ്ക്ക് മധുരം ഉള്ളത് കൊണ്ട്. ഒരു പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം. പിന്നെ പോരാകി ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതിയല്ലോ. ദേ തൽക്കാലം ഇതിൽ നിൽക്കട്ടെ കേട്ടോ. ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ തലക്കെട്ടും ഇതാവും. മധുരം പൊഴിപ്പ് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ഇനി ഇത് പതുക്കി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാല് ഇതിന് നമുക്ക് തിക്കായിട്ടുള്ള 1/4 പാല് മാത്രം അങ്ങ് ചേർത്ത് നമുക്ക് ഓഫ് ചെയ്യാം. അധികം ഇതിന് വേവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. കുറിയ തേങ്ങാപ്പാല് ഞാൻ പിഴിഞ്ഞെടുത്തോണ്ട് വരാം. ഒരു തേങ്ങ ചിരണ്ടി നമ്മൾ മിക്സിയിൽ സ്വല്പം വെള്ളം ചേർത്ത് അടിച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കണ തലപ്പാല്. ഒരു സ്വല്പം വെള്ളം ചേർക്കും കേട്ടോ. അങ്ങനെ ഇത് ഞാൻ മൂടി വെച്ചേച്ച് പോവുകയാണ്. തേങ്ങ അടിച്ചു വെച്ചിട്ടുണ്ട്, അത് പിഴിഞ്ഞോണ്ട് വരാം. ഞാൻ മൂടി വെക്കട്ടെ. ഗ്യാസിൽ തന്നെ ഇരിക്കണം. അതെ, ഇതിലിരുന്നൊന്ന് വറ്റിയൊക്കെ വന്ന സിമ്മില്, ഏറ്റവും സിമ്മിലേ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വറ്റിപ്പോവും സിറപ്പ്. ഞാനത് പിഴിഞ്ഞോണ്ട് വരട്ടെ കേട്ടോ. പെട്ടെന്ന് പിഴിഞ്ഞോണ്ട് വരാം. മൂടി വെച്ചേക്കാം. ഇനി നമുക്കിപ്പോൾ ശർക്കര ഉരുക്കി അതിൽ ചേർത്ത സിറപ്പൊക്കെ ജോയിന്റ് ആയിട്ടുണ്ടാവും. ദേ ഞാൻ തേങ്ങയുടെ ചിരണ്ടി പിഴിഞ്ഞ പാല് ദേ കാണാമോ നോക്കിക്കേ. ദേ ഒരു തേങ്ങ, ചെറിയ തേങ്ങ, പച്ചത്തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാലാട്ടോ. സ്വല്പം വെള്ളം ചേർത്ത്. ഇത് മുഴുവൻ ചിലപ്പോൾ ചേർക്കേണ്ടി വരില്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്നാന്ന് വെച്ചാൽ മാമ്പഴത്തിന്റെ കാമ്പ് കുറവായതുകൊണ്ട് തേങ്ങാപ്പാല് കൂടുതൽ ചേർന്നാ കൊള്ളൂല. മാമ്പഴത്തിന്റെ ടേസ്റ്റും കൂടെ കിട്ടണ്ടേ, പാല് കുത്തി നിന്നാ കൊള്ളൂലല്ലോ. അപ്പൊ ഞാനങ്ങ് പിഴിഞ്ഞെടുത്തു. നമുക്ക് ഇനി ഇത് തുറന്ന് ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തുറക്കട്ടെ. മണം കൊണ്ടോ? ഭയങ്കര മണമാണ്. ഭയങ്കര മണവും ഭയങ്കര കളറും മൊത്തത്തിലല്ലേ. ഇത് മതി, കുറുകിയത് പാകായി. ഇനി പാലിച്ചിരിച്ച് ഒഴിച്ചു കൊടുത്തു നോക്കാം. ഒഴിക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ച് വെച്ച് നമുക്ക് നോക്കാം. ഒന്ന് ഇളക്കി. ഫ്ലെയിം ഏറ്റവും മീഡിയത്തിൽ സിമ്മിലായിട്ടേക്കണം. ഇപ്പം സിമ്മിലിട്ടാ ഇത് വറ്റിക്കാവൂ. നമുക്കൊന്ന് നോക്കാം. പാലും മതി. ഇപ്പം കളറും ഇതാണ്. അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാലിൻ്റെ കുത്തൽ വരും. നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാലെടുത്തിട്ട് ഒരു 3/4 കപ്പോളം ഉണ്ടായിരുന്നത് കഷ്ടി അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുണ്ട്, അത് നമുക്ക് ഏതെങ്കിലും കറിക്കെടുക്കാം. ശർക്കര നമ്മൾ എന്തോരം പറയാം. ഇത് ഈ തേങ്ങാപ്പാല് നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം കേട്ടോ. അതിൽ കൂടുതൽ വെച്ചാൽ ഡാമേജ് ആവും. ഇന്ന് തന്നെ എന്തെങ്കിലും കറിക്ക് ഞാൻ എടുക്കും. ശർക്കര നമ്മള് ഈ മീഡിയം സൈസ് ശർക്കര ഒരുണ്ട മൊത്തം അരിച്ചിട്ട് അതിന്റെ ഒരു 3/4 ചേർത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കിലോയിലും മിനുസ എന്തായാലും ചേർത്തിട്ടുണ്ട്. ഇതിന് കാമ്പ് കുറവല്ലേ മോനെ. നമുക്ക് കറക്റ്റ് അതുകൊണ്ട് മെഷർമെന്റ് കാമ്പുള്ളതാണെങ്കിൽ ശരിക്കും പറയാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിളയല്ല, പതുക്കി ഒന്നിങ്ങനെ ഒരു പത പോലെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, കാണിക്കാതെ. ഫ്ലെയിം ഇതിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ മാറ്റാം. എന്നിട്ട് നമുക്ക് വറുത്തിടാം.
അത്രേ ഉള്ളൂ. ഇതില്ലേ, ഇതിനാകപ്പാട് നമ്മൾ മാങ്ങ തൊലി കളഞ്ഞ് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് ശർക്കര ഉരുക്കി വെച്ചിരിക്കുകയോ തേങ്ങ ചിരണ്ടി അടിച്ച് വെക്കുകയും ചെയ്താൽ ഇത് വേവേണ്ട താമസമുള്ളൂ മിക്സിങ്ങിന്. അത്രേ ഉള്ളൂ, ഒട്ടും താമസമില്ല. എറണാകുളം ജില്ലയാണെങ്കിലും ഞങ്ങളുടെ സ്ഥലത്ത് ഇതില്ല, പിറവ മേഖലയിൽ കുറവാണ്. ഈ തൃപ്പൂണിത്തറ മേഖല, ആ മേഖലകളിലൊക്കെയാണ് ഇത് ഫേമസ്. ഇവിടെ അമ്മച്ചി നാട്ടുമാങ്ങ കൊണ്ടും ഈവൻ മൂവാണ്ടമാങ്ങ കൊണ്ട് പോലും ഉണ്ടാക്കുമായിരുന്നത്. അപ്പച്ചന് ഭയങ്കര ഇഷ്ടം. അത് കാരണം മൂവാണ്ടമാങ്ങയ്ക്ക് പക്ഷെ പുളിപ്പില്ല കേട്ടോ. നാട്ടുമാങ്ങ ഏറ്റവും ബെസ്റ്റ് ദേ ചന്ദ്രക്കാരനാണ്. നമ്മള് മാവ് നട്ടെങ്കിലും നമുക്ക് ഇതുവരെ ആയിട്ടില്ല, കൈവടം വന്നിട്ടില്ല. അപ്പ ഇക്കൊല്ലം പറയണ്ട, അതിന്റെ സമീപത്തൊക്കെ ചോലയുണ്ട്, അതിന്റെ കൊമ്പുകളൊക്കെ മറ്റു മരത്തിന്റെ കൊമ്പ് വെട്ടിക്കാൻ പോവാന്ന്. അപ്പൊ ചിലപ്പോ വെയിലടിക്കുമ്പോ ഉണ്ടാവുമായിരിക്കും. ഉണ്ടായാ പിന്നെ എന്നാ, നമ്മളെങ്ങനെ മാമ്പഴ പായസം നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒന്ന് ചൂടായി, ചെറിയ ഒരു ചൂടായി കഴിയുമ്പോൾ പിന്നെ ഇത് തിളക്കരുത്, ചിലപ്പോൾ പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാണ് ഇടാവോളൂ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഇതിന്റെ പാകം എന്ന് പറയാൻ എങ്ങനെയാന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് ഒന്ന് ചൂടായി വന്നാൽ മതി, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, തിളച്ചു വരരുത് കേട്ടോ. ഇനി നമ്മൾ ഇരുന്നിച്ചിരി കുറുകും. ഇനി നമ്മള് ഈ ബർണറിൽ നിന്ന് ഇത് മാറ്റി വെച്ചേച്ച് ഇതിൽ നമ്മൾ വയൽ കടുക് ഉറക്കാണ്ടാ വന്നെ, ഇതിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ മൂപ്പിക്കാം കേട്ടോ. ചെയ്യട്ടെ? മാറ്റി മാത്രം മതി. തിളക്കുമല്ല മോനെ, ഒന്ന് ചൂടാവുക, ജസ്റ്റ് ഒന്ന് ചൂടാവുക, തിളക്കണ്ട. ഇനി നമുക്ക് തവ ഇതിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി നെയ്യും കൂടി ഒഴിക്കട്ടെ. ഞാൻ സ്വല്പം എടുത്ത് ഈ ഫ്രിഡ്ജിലിരുന്നോണ്ടേ നെയ്യ് ഇങ്ങനെ കട്ടയായിട്ടായിരിക്കണം. അതെ, സ്വല്പം കൂടെ ഇടാം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് പോരാം. പിന്നെ ഒരു 2 ഏലക്ക ചതച്ചിടാനുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ചെയ്യാം. നല്ല സ്മെല്ലാവും. ഇനി നമ്മളിത് നെയ്യ് ഉരുകി വന്നു, ആദ്യം തേങ്ങാക്കൊത്തിടാം. നെയ്യ് കല്ല് പിടിച്ചിരുന്ന നെയ്യ് തവയിലേക്ക് ഇട്ട് അതൊന്ന് ഉരുകി വരുമ്പോ മറ്റുള്ളത് ചേർക്കണം കേട്ടോ. ചേർക്കണം. സ്പൂൺ എടുത്തോണ്ട് വരട്ടെ കേട്ടോ, ഇളക്കാൻ. ഇനി ഇത് ഒരു ബ്രൗൺ കളർ പോലെ ആകുമ്പോ നമുക്ക് സ്വല്പം ക്യാഷ്യൂ ഇരിപ്പുണ്ട്, ക്യാഷ്യൂ ഇടാം. അപ്പൊ എള്ളിട്ടില്ലല്ലോ. ഒരു വീക്ക് തരും. എള്ളിടണ ലാസ്റ്റ് അല്ലേ? ആണോ? എള്ളിന് മൂപ്പ് കുറവല്ലേ, ഏറ്റവും ലാസ്റ്റ്. ഗ്രേപ്സ് ഇടണ്ടല്ലോ, ഇടണോ? വേണ്ട, അത്ര മതി. തേങ്ങാക്കൊത്തും എള്ളും ആണ് ഇതിന് പ്രധാനമായിട്ട് എല്ലാരും ചേർക്കണം മാമ്പഴ പായസത്തിന്. നമ്മള് ഏലക്ക പൊടിച്ചിട്ടില്ല, ഏലക്ക പൊടിച്ചിടണോട്ടോ അതിന് ടേസ്റ്റിന് വേണ്ടി. അത് ലാസ്റ്റ് ചേർക്കാം. ചൂടാ അല്ലേ, നല്ല ചൂടാ അല്ലേ കാലാവസ്ഥ. ക്യാഷ്യൂ ഇടുക കേട്ടോ. ക്യാഷ്യൂ തേങ്ങാക്കൊത്ത് മൂപ്പായി ക്യാഷ്യൂ ഇടുക. ക്യാഷ്യൂ ഇട്ടൊരു ചെറിയ ബ്രൗണിഷ് പോലെ ആകുമ്പോൾ നമുക്ക് എള്ളും കൂടെ ചേർക്കാം കേട്ടോ. വന്നോ എള്ളിടണെന്ന് പറയാം. എള്ളിടുക കേട്ടോ. എള്ളും ഇട്ടു, എല്ലാം ഇട്ടു. ഇനി നമ്മൾ ഓഫ് ചെയ്യും. അതെ, കഴിക്കാൻ ധൃതിയായി. ചേർത്തോട്ടായി. ഇനി നമ്മളിതേ അമ്മ ഏലക്ക ചതച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇതിലേക്ക് ചേർക്കും. അതെ, ചുമ്മാ അത് ടേസ്റ്റിനനുസരിച്ചിട്ടോ. ഞാൻ 2 എടുത്തോളൂ, ഇത്രയല്ലേ ക്വാണ്ടിറ്റി ഉള്ളൂ. അത് കാരണം ഞാനൊന്ന് എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കി, ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് ചെയ്തോ, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്തോ. അതിന്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ലതാ, നല്ല ടേസ്റ്റാ. ടേസ്റ്റ് അപ്പനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ടേസ്റ്റിംഗ് ടൈം അല്ലേ? അടച്ചു വെച്ചേക്കട്ടെ, അപ്പനെ വിളിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാം. ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടിട്ടുള്ള നല്ല അസലൊരു മാമ്പഴ പായസം. വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ടേസ്റ്റിംഗ് ടൈമായിട്ട് നമ്മുടെ അതിഥി ദാ വന്നു കഴിഞ്ഞു. ഞാൻ നമ്മുടെ മാമ്പഴ പായസമായിട്ട് ഞാൻ വരുവാട്ടോ. ടേസ്റ്റിംഗ് ടൈം.
അപ്പം ഞാൻ മാമ്പഴ പായസം റെഡിയാക്കി സ്വല്പം ചൂടാക്കി ആറി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പേനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിക്കാം. അതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കണതാണ് കേട്ടോ. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ അതിന്റെ അപാകതകളും അതിന്റെ നന്മകളും ഒക്കെ വർണ്ണിക്കും. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് കേക്കാം. അപാകതകളും നന്മകളും. അപ്പയ്ക്കത് പറയാൻ നല്ല വാക്കുകൾ ഉണ്ടാവും. ഞാൻ കൊടുക്കട്ടെ, ഒഴിച്ചളയാ. ഞാൻ എടുക്കട്ടെ. എടുത്തോ. അതൊന്നും വീഴൂല. പ്രത്യേകിച്ച് ഞാൻ ഒഴിക്കണത് കൊണ്ട് ഇങ്ങനെ ചന്ദ്രക്കാരൻ മാങ്ങയുടെ ആ സ്മെല്ല് വരുന്നുണ്ട് അമ്മയുടെ. അതെ സമീപത്തേക്ക് അല്ലേ? നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഈ പായസങ്ങളിൽ വെച്ച് മാമ്പഴ പായസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൃദ്യമായ ഒരു പായസമാണ്. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയ്ക്ക് ഒരു ചെറിയ പുളി രസമുണ്ട്. അപ്പോൾ ആ പുളിരസത്തോട് കൂടിയ മധുരം ആയതുകൊണ്ട് അത് വളരെ ആസ്വാദ്യകരമാണ്. എല്ലാ നാട്ടുമാങ്ങകളും ഉപയോഗിച്ച് നമുക്ക് മാമ്പഴ പായസം ഉണ്ടാക്കാം. ഞങ്ങൾക്കിവിടെ പല നാട്ടുമാങ്ങകളും ഉണ്ട്, ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ചന്ദ്രക്കാരൻ ആ നാട്ടുമാങ്ങയിൽ ഒരു പ്രഥമനാണ്. എനിക്ക് തോന്നുന്ന ഈ തൃപ്പൂണിത്തറ ആ ഏരിയയിൽ കോവിലകങ്ങളിലും ഇല്ലങ്ങളിലും നമ്പൂരി ഇല്ലങ്ങളിലുമൊക്കെ വളരെ ഫെമിലിയറാണ് ഈ ചന്ദ്രക്കാരൻ മാവ്. തൃപ്പൂണിത്തറയുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഈ ഇല്ലത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ വൻമരം പോലെ ഈ ചന്ദ്രക്കാരൻ മാവ് നിൽക്കുന്നുണ്ടാകും. ചന്ദ്രക്കാരൻ മാങ്ങയുടെ എല്ലാ സ്റ്റേജിലും നമുക്കത് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉണ്ണിമാങ്ങ അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ല മാങ്ങ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. ഒരു കൊല പറിച്ചു കഴിഞ്ഞാൽ ഒരു കൊട്ട നിറച്ചുണ്ടാകും. അത്രയ്ക്ക് സമൃദ്ധിയായിട്ടാണ് അത് ഉണ്ടാകുന്നത്. പിന്നെ ഉപ്പുമാങ്ങ, പിന്നെ പഴുത്തു കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസം, ഇതിനെല്ലാം ഇത് അതീവ ഹൃദ്യമാണ്. അതിനുള്ള ഒരു ചെറിയ ദോഷം, അതിന് ഫ്ലഷ് വളരെ കുറവാണ്. പക്ഷെ അതിൻ്റെ ഫ്ലെയർ, അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അത് പച്ചയ്ക്ക് അങ്ങോട്ട് നമ്മൾ മണത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെനയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ മണം വളരെ ആകർഷകമാണ്. പഴുത്തു കഴിഞ്ഞാലും ആ ഒരു ഫ്ലെയർ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് മാമ്പഴ പായസം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ഫ്ലെയറും ആ പാത്രം തുറക്കുമ്പോഴേ തന്നെ അതിൻ്റെ മണം അങ്ങ് പ്രസരിക്കും. അപ്പോൾ അത് വളരെ ഹൃദ്യമാണ്. അത് എനിക്ക് തോന്നുന്ന ഈ മാമ്പഴം പഴുത്തു തുടങ്ങുന്ന ആ സമയത്ത് തന്നെ തൃപ്പൂണിത്തറയിൽ അത് വിൽക്കാനുണ്ട്. എനിക്ക് തോന്നുന്ന ആദ്യത്തെ ലോട്ടിനൊക്കെ ഒരു കിലോയ്ക്ക് 200 രൂപയൊക്കെ വരുമെന്ന് തോന്നുന്നു. 10-20 മാങ്ങ ഉണ്ടാവുള്ളൂ, പക്ഷേ 10-200 രൂപയോളം വരും. പിന്നീട് അത് സുലഭമായിട്ട് വന്നു തുടങ്ങുമ്പോൾ വില കുറയും. പക്ഷേ സാധിക്കുന്നവർ ആ മാങ്ങ കൊണ്ട് തന്നെ ഈ മാമ്പഴ പുളിശ്ശേരിയും മാമ്പഴ പായസവും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ ആ രുചി വൈവിധ്യം നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്പൂരി ഇല്ലങ്ങളിലൊക്കെ ഇത് പഴുത്തു തുടങ്ങിയാൽ മാമ്പഴ പുളിശ്ശേരി ഒരു നിത്യകറിയാണ്. അപ്പോൾ അത് വളരെ ആകർഷകമാണ് ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടുള്ള ഏത് വിഭവവും. അപ്പോൾ എല്ലാവർക്കും അത് ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഞാൻ ഈ ഒരു അവസരം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഓൾ ദി ബെസ്റ്റ്.